നമസ്കാരം. നാടിനു വേണ്ടി പച്ചയ്ക്ക് പറയും ജെയിംസ് കാരു. ഇത് സ്റ്റേറ്റ് ഹൈവേ കുന്നിക്കോട് പത്തനാപുരം റോഡാണ്. ഈ റോഡിൽ കൂടി ഇപ്പം വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മഴ പെയ്താൽ യാത്രക്കാർക്കും വാഹനവും ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. റോഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ട് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അസൗകര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഓടയുണ്ട്. ഈ ഓടയിൽ കൂടെ പോകേണ്ട വെള്ളമാണ് ഇപ്പം കൈലാസം റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. പനമ്പറ്റ ജംഗ്ഷനിൽ നിന്നും കൈലാസം ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള ഓടകൾ ഇപ്പം മാറ്റിയിട്ട് വീട്ടിലോട്ട് പ്രവേശിക്കാനുള്ള കവാടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓടയിൽ കൂടെ പോകേണ്ട വെള്ളം ഓട ഒഴുകാതെ ഇവിടെ തന്നെ ഒരു കലിങ്ങുണ്ട്. ഈ കലിങ്ങിൽ ആ ഉള്ളിൽ കൂടെ പോകേണ്ടത്. ഈ കലിങ്ങടെ പോയി അങ്ങേ സൈഡിൽ പോയി വീഴേണ്ട വെള്ളമാണ്. ഇതിപ്പോൾ ഒഴുകുന്നത് റോഡിൽ കൂടെ നിരന്നു വന്ന് വാഹനങ്ങൾ പോകുമ്പോഴാണെങ്കിൽ കാൽനട യാത്രക്കാർക്കും സ്കൂട്ടർ യാത്രക്കാർക്കും അസൗകര്യമായ രീതിയിലാണിപ്പോൾ ഈ വെള്ളം റോഡിൽ കൂടെ ഒഴുകുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ടത് പഞ്ചായത്തോ PWDയോ, പഞ്ചായത്തല്ല ഇത് ചെയ്യേണ്ടത് PWD ആണ്. ഈ റോഡിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ഒഴുകുന്നത് യാത്രക്കാർക്ക് അസൗകര്യമായതിനാൽ ഇതിനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള വിശ്വാസമാണ് ഞാൻ കാണുന്നത്. കൈലാസം റോഡിലോട്ടുള്ള വഴിയിൽ റോഡിൽ കൂടെ നിറഞ്ഞ് ഒഴുകുകയാണ് വെള്ളം. ഇപ്പോൾ ഈ വെള്ളം നിറഞ്ഞൊഴുകുന്ന കാരണം ഓട മുഖാന്തരം ഓടയില്ലാത്തത് കാരണം വാഹനങ്ങൾ പോകുമ്പോൾ റോഡിൽ കൂടെ നിരന്നൊഴുകുന്നത് കൊണ്ട് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നവർക്കും എല്ലാം അസൗകര്യമായിട്ട് റോഡിൽ കൂടെ നിരന്നൊഴുകുകയാണ്. ഇതിനെ ഈ കാണുന്ന കലിങ്ങിൻ്റെ അടിവശം മൊത്തം മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ മണ്ണ് എടുത്തു മാറ്റിയാൽ ആ ഭാഗത്തെ ഓട നിർമ്മിച്ചാൽ ഇവിടെ ഈ റോഡിൽ കൂടെ വെള്ളം ഒഴുകത്തില്ല. ഇവിടെ മഴ പെയ്താലാണെങ്കിൽ തോട് പോലെ റോഡ് ഒഴുകുകയാണ്. ഇതിനൊരു പരിഹാരം കാണും എന്നുള്ള വിശ്വാസത്തോടെ നാടിനു വേണ്ടി പച്ചയ്ക്ക് പറയും ജെയിംസ് കാരു. ഓക്കെ, താങ്ക് യു.